തത്സമയം ലഭ്യമാവുന്ന രണ്ട് ദൃശ്യങ്ങളാണ് രണ്ട് ക്യാമറകളിൽ നിന്നും ലഭ്യമാവുന്നത്. ഒരു ഭാഗത്ത് അവിടെ രക്ഷാപ്രവർത്തനം പുഴയ്ക്ക് അക്കരെ നടക്കുന്നതിന് വേണ്ടി, എന്തായാലും നമുക്ക് പുഴയ്ക്ക് അക്കരെ ഭാഗത്തേക്ക് ക്യാമറയുമായി പോകുന്നതിന് തടസ്സമുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇക്കരെ കാത്തു നിൽക്കുന്നത്. പക്ഷേ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയും. കോടമഞ്ഞ് മൂടി നിൽക്കുന്നു. അതേസമയം മറുവശത്തേക്ക് സൈന്യം നടത്തുന്ന രക്ഷാപ്രവർത്തനങ്ങൾ, ആ സൈന്യം നടത്തുന്ന രക്ഷാപ്രവർത്തനം നടത്തുന്ന സ്ഥലം ചൂരമലയ്ക്ക് സമീപമാണ്. ആ സ്കൂളിന് GVHS സ്കൂളിന് സമീപമുള്ള നഷ്ടപ്പെട്ടു പോയ പാലം, ആ മേഖലയിൽ ഉള്ള പ്രവർത്തനത്തിനാണ് നടത്തുന്നത്. ഒന്ന് അക്കരയ്ക്ക് കടക്കാനുള്ള ശ്രമം, താൽക്കാലിക പാലം നിർമ്മിക്കാനുള്ള ശ്രമം. രണ്ട് ദൗത്യങ്ങൾ അവിടെ സൈന്യത്തിന് പ്രധാനമായും ചെയ്തു തീർക്കേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ നമുക്ക് ആ പ്രദേശത്തെ രക്ഷാപ്രവർത്തനം സാധ്യമാവുള്ളൂ. നോക്കൂ എത്ര വലിയ രീതിയിലാണ് അവിടെ കോടമഞ്ഞ് വരുന്നത്. അത് രക്ഷാപ്രവർത്തനത്തെ അങ്ങേയറ്റം ദുഷ്കരമാക്കുന്നു. ഇതിന് പുറമെ മഴയും അനുഭവപ്പെടുന്നു. അങ്ങനെ ക്ലേശകരമായ സാഹചര്യങ്ങൾക്ക് മുന്നിലൂടെയാണ് വയനാട്ടിലെ അവസ്ഥ മുന്നോട്ട് പോകുന്നത്. നമുക്ക് കുടുങ്ങിക്കിടക്കുന്നവരെ ഇനിയും കണ്ടെത്താൻ കഴിയില്ല എന്ന സാഹചര്യമുണ്ട്. മിസ്സിംഗ് ആണ്. ബന്ധുക്കളെക്കുറിച്ച് വിവരമില്ലെന്ന പരാതികൾ എപ്പോഴും ലഭ്യമാവുന്നുണ്ട്. അവിടങ്ങളിലേക്കൊക്കെ എത്തിച്ചേരേണ്ടതുണ്ട്. ഇതാ നോക്കൂ, ഒരു വീടിൻ്റെ മുക്കാൽ ഭാഗവും ചെളി മൂടിയ അവസ്ഥയിലാണ് കാണുന്നത്. എന്താണ് അവിടെ സംഭവിച്ചത് എന്നതാണ്. ഇതാ സ്കൂളാണ്, GVHS വെള്ളാമല സ്കൂളാണ്. അതായത് ആ മലയോരത്തിന് താഴെയായി നിരവധി കെട്ടിടങ്ങൾ ഉണ്ടായിരുന്ന ആ സ്കൂളിൽ അന്നൊരു കെട്ടിടം മാത്രമാണ് അവശേഷിക്കുന്നത്. ബാക്കി എല്ലാ കെട്ടിടവും പൂർണ്ണമായും ഈ ഉരുളെടുത്തു പോയി എന്നതാണ് അവിടുത്തെ സാഹചര്യം. ഇതാ ക്ലാസ് മുറികൾക്കുള്ളിലെ ദൃശ്യമാണെന്ന് കരുതാം. അവിടെ പൂർണ്ണമായും ചെളി മൂടിയ അവസ്ഥയാണ്. എത്ര സമാനതകളില്ലാത്ത ദുരന്തമാണ് അവിടെ നേരിട്ടത് എന്ന് ഓർക്കുക. ഒരുപക്ഷെ ക്ലാസ് സമയത്തോ മറ്റോ ആയിരുന്നു ഇതുണ്ടാകുന്നെങ്കിൽ ഇതിനേക്കാൾ ഇത്ര ഭീതിതമായ അവസ്ഥ അവിടെ ഉണ്ടാകുമായിരുന്നു. പക്ഷേ രാത്രിയിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരു നാടപ്പാടെ ഒലിച്ചുപോയി എന്നതാണ് ഈ ദുരന്തം ഈ അവസ്ഥയിലേക്ക് വന്നതിൻ്റെ സാഹചര്യം. ഏറ്റവും വലിയ ദുരന്തമായി ഇത് മാറുകയാണ്. വിവരിക്കാൻ കഴിയാത്ത, കണക്കെടുപ്പ് പൂർത്തിയാവാത്ത ഒരു ദുരന്തമായി ഇത് മാറുകയാണ്. രക്ഷാപ്രവർത്തനം ദിവസങ്ങൾ നീണ്ടു നിൽക്കേണ്ടി വരുമെന്ന് ഉറപ്പാണ്. കാരണം വയനാടിൻ്റെ വിലാപം അത്ര വലുതാണ്. നമുക്ക് കണക്കെടുക്കാൻ കഴിയുന്നില്ല. അവിടേക്ക് എത്തിപ്പെടാൻ കഴിയാത്ത മേഖലകളുണ്ട്. അതെല്ലാം പൂർത്തിയാക്കിയാൽ മാത്രമേ ഈ വയനാടിൻ്റെ ഇത്ര വലിയ ദുരന്തമായി നമുക്കതിനെ കണക്കെടുത്തുകൊണ്ട് അതിലൊരു വ്യക്തത ഉണ്ടാക്കാൻ കഴിയുള്ളൂ. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. രാവിലെ രക്ഷാദൗത്യത്തിന് ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുമ്പോൾ തന്നെ രാത്രി വൈകിയും ദൗത്യം പുരോഗമിക്കുന്നതിന് വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിരുന്നു. പ്രധാനമായും ഈ JCBകൾ, ഒപ്പം തന്നെ രാത്രി വെളിച്ച സഹായം ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള ലൈറ്റ് സംവിധാനങ്ങൾ, ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ട് രക്ഷാപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകണം. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകളും ആലോചനകളും രാവിലെ മുതൽ നടന്നിരുന്നു. മുഖ്യമന്ത്രിയുമായുള്ള കൂടിയാലോചനകളിൽ അതുണ്ടായി എന്നതാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. അങ്ങനെയുള്ള ഒരു കണക്കെടുപ്പാണ് ഇതുവരെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും മുന്നോട്ട് പോവുകയാണ് രക്ഷാപ്രവർത്തനം. ഇപ്പോൾ സമയം 6:14. നമുക്ക് അല്പസമയത്തിനുള്ളിൽ തന്നെ മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുമെന്ന് അറിയിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി ഇതുവരെയുള്ള രക്ഷാപ്രവർത്തനം, ഇനി അങ്ങോട്ടുള്ള ദൗത്യത്തിൻ്റെ അടുത്ത നീക്കം എത്ര കണ്ട് ദുഷ്കരമാണ്, ദുരന്തത്തിൽ നമുക്ക് നൽകാൻ കഴിയുന്ന സഹായങ്ങൾ എന്തൊക്കെയാണ്, സർക്കാരിൻ്റെ പദ്ധതി എന്താണ്, ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി ഒരു വ്യക്തത വരുത്തുമെന്ന് കരുതാം. എന്തായാലും രാഷ്ട്രീയ ഭേദമന്യേ, ജാതിമത വ്യത്യാസമില്ലാതെ ഈ ദുരന്തമുഖത്ത് ഒന്നിച്ചു നിൽക്കുകയാണ് കേരളം. എല്ലാവരും ഒന്നിച്ച് ഈ വയനാട്ടിലെ ദുരന്തബാധിതർക്ക് സഹായം എത്തിക്കാൻ എല്ലാവരും ഒത്തുകൂടുകയാണ്. ഈ സമയത്ത് നമ്മൾ ജാഗ്രത പുലർത്തേണ്ട പല കാര്യങ്ങളുണ്ട്. ഒന്ന്, രക്ഷാപ്രവർത്തകർക്കപ്പുറം മറ്റാരും തന്നെ വയനാട്ടിലേക്ക് കാഴ്ചകൾ കാണാനോ മറ്റോ എത്തരുത്. കാരണം അത് രക്ഷാപ്രവർത്തനം വൈകിപ്പിക്കും. നിരവധി പേരുടെ ജീവനുകൾ ഇപ്പോഴും ആശങ്കയിലുണ്ട്. അതുകൊണ്ട് അവരെ നമുക്ക് രക്ഷിച്ചെടുക്കാൻ നമ്മൾ പുലർത്തേണ്ട മിനിമമായ മിതത്വമുണ്ട്. അതൊക്കെ നമ്മൾ പാലിക്കണം. പക്ഷേ വയനാട്ടുകാർക്കൊപ്പമാവണം നമ്മുടെ മനസ്സ്. നമ്മൾ അവർക്കൊപ്പം തന്നെ നിലകുറയ്ക്കണം. ഞങ്ങളും അങ്ങനെ തന്നെ മുന്നോട്ട് പോവുകയാണ്. ഇനിയും നിരവധി ഇടങ്ങളിൽ ഒറ്റപ്പെട്ട് കിടക്കുന്നവർക്ക് ഞങ്ങളെ ബന്ധപ്പെടാം. ഞങ്ങൾ സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറുകളിൽ ബന്ധപ്പെടാം. ആശങ്കകൾ പങ്കുവയ്ക്കാം. നിങ്ങൾ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഇടത്ത് നിന്ന് നിങ്ങളുടെ അവസ്ഥ ഞങ്ങൾ അധികൃതരുടെ മുന്നിൽ എത്തിക്കുമെന്ന ഓർമ്മപ്പെടുത്തൽ കൂടി നടത്തുകയാണ്. എന്തായാലും ദുരന്തമുഖത്ത് ന്യൂസ് 18 ഉണ്ട്. ഞങ്ങളുടെ പ്രതിനിധികളുണ്ട്. CV അനുമോദ് തുടരുന്നുണ്ട്. അനുമോദ്, ആദ്യം